ശാസ്ത്രം 100 ഒട്ടകത്തിന് ഒരൊട്ടകം കൊടുക്കാൻ പറഞ്ഞത് അള്ളാന്റെ കണക്കാണ്. അസംബന്ധം എന്നതിനെ കുറിച്ചുള്ളൂ. അടുത്തത് നോൽമ്പ്. നോമ്പിന് ഞാൻ പിക്ചർ ഫോർ മുസ്ലിം ഫാസ്റ്റ് എന്ന് ഗൂഗിളിൽ അടിച്ചപ്പോ എനിക്ക് കൂട്ടി വെച്ച വിഭവങ്ങളുടെ ചിത്രം മാത്രമേ കിട്ടും. ബാക്കി എല്ലാ നിസ്കാരം എന്ന് അടിച്ചപ്പോ നിസ്കരിക്കുന്ന ചിത്രം കിട്ടി, ഹജ്ജ് എന്ന് അടിച്ചപ്പോ ഹജ്ജ് ചെയ്യുന്ന ചിത്രം കിട്ടി, നോൽമ്പ് എന്ന് അടിച്ചപ്പോ കൂട്ടി വെച്ച കോഴി പൊരിച്ചതും ഒട്ടകം പൊരിച്ചതും ഒക്കെ കിട്ടി. പക്ഷെ നോൽമ്പ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭക്ഷണം കഴിക്കാണ്ടിരിക്കലാണ്. പക്ഷെ നോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലർത്ഥം തീറ്റ മഹോത്സവം എന്നാണ്. അത് ഇവിടെയും അതെ, സൗദി അറേബ്യയിലും അതെ, ദുബായിൽ എവിടെ പോയാലും മുസ്ലിങ്ങൾക്ക് നോമ്പ് തീറ്റ മഹോത്സവമാണ്. ഇത് ശാസ്ത്രീയമാണ് എന്നാ പറയുന്നത്. എന്താ ശാസ്ത്രം? പകല് പട്ടിണി കിടക്കുക, വെള്ളം കുടിക്കാണ്ട്, അന്തിക്കാരമ്പൾക്കോളം കോഴി പൊരിച്ചതും ഒട്ടകം പൊരിച്ചതും തിന്ന് പള്ള അടച്ചിട്ട് കിടന്നുറങ്ങുക. ഡോക്ടറോട് ചോദിച്ചാൽ അറിയാം ഈ റമദാൻ മാസം കഴിയുമ്പോൾ എത്ര പേഷ്യൻസാ കൂടുതൽ വരുന്നത്. ഡോക്ടറിനോട് പറഞ്ഞു, ഈ ഡോക്ടർ മാത്രമല്ല എനിക്ക് പരിചയമുള്ള എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട്, ആശുപത്രികളിലും ഡോക്ടർമാരെടുത്ത് ഉദരരോഗം, മറ്റ് പലതരം രോഗങ്ങളും, അൾസറായിട്ടും മറ്റുള്ളതായിട്ടും പല രോഗങ്ങളും മൂർച്ഛിച്ചിട്ട് വരുന്നവരും ഉദരരോഗം കൂട്ടിട്ട് വരുന്നവരും ഒക്കെ ഈ ഒരു മാസം പകുതി ആകുമ്പോഴേക്ക് തന്നെ വരാൻ തുടങ്ങും. കാരണം എന്താ? ഭക്ഷണക്രമത്തിൽ ടൈം ടേബിൾ മാറ്റിയിട്ടുള്ള ഈ അഭ്യാസം എന്ത് ശാസ്ത്രീയതയാണുള്ളത്? ഒരു ശാസ്ത്രീയതയില്ല. ശാസ്ത്രീയത എന്ന് പറയുന്നത് നിങ്ങളുടെ ആവശ്യത്തിൽ കൂടുതൽ നിങ്ങളുടെ ജോലി, നിങ്ങളുടെ ശരീരഘടന, പ്രായം, ഇതിനൊക്കെ അനുസരിച്ച് നിങ്ങളുടെ ഭക്ഷണത്തിന്റെ അളവ് ശാസ്ത്രീയമായി നിങ്ങളൊരു ന്യൂട്രീഷൻ അടുത്ത് പോയി കണക്ക് കൂട്ടി വന്നിട്ട് കലോറി എത്ര കണക്കൂട്ടി അതിനനുസരിച്ച് ഭക്ഷണം കഴിക്കുകയും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാതിരിക്കുകയും ചെയ്യുന്നതിനാണ് ശാസ്ത്രീയം എന്ന് പറയുക. വെള്ളം കുടിക്കാതുള്ള ഒരു നോൽമ്പും ശാസ്ത്രീയമല്ല. വെള്ളം മനുഷ്യനെ കുടിക്കാതിരുന്നാല് കുടലിൽ അൾസർ വരും, പല ഡീഹൈഡ്രേഷൻ മൂലം പല അസുഖങ്ങൾ വരും. അതുകൊണ്ട് വെള്ളം കുടിക്കാതുള്ള നോമ്പ് ഏത് മഴക്കാലത്ത് പോലും നല്ലതല്ല എന്നാണ് വൈദ്യശാസ്ത്രം പഠിച്ചവര്, ശരീരശാസ്ത്രം പഠിച്ചവരൊക്കെ പറയുന്നത്. അതുകൊണ്ട് ഇസ്ലാമിലെ നോമ്പ് ശാസ്ത്രീയം അല്ല. ഇത് നോമ്പ് തെരഞ്ഞപ്പോ കിട്ടിയ ഒരു ചിത്രം വെറുതെ ഇട്ടുന്നുള്ളൂ, കൂട്ടി വെച്ചതാ. കഴിഞ്ഞ പിന്നെ ഹജ്ജാണ് അടുത്തത്. ഹജ്ജിനെ പറ്റി കൂടുതൽ പിന്നെ പറയാം. ഇതൊക്കെ പണ്ടത്തെ കാഴ്വയാണ്. ഇത് പണ്ടത്തെ ജംറയാണ്. പണ്ടത്തെ പറഞ്ഞാൽ ഒരുപാട് പണ്ടത്തിൽ 1953 എടുത്ത ഫോട്ടോ ആണിത്. ഇപ്പത്തെ ജംറ കണ്ടവർക്കറിയാം ഇതും അതും തമ്മിലുള്ള വ്യത്യാസം. അന്ന് ഹജ്ജിന് വരുന്ന ആൾക്കാരെ എന്നാണ് ആ കാണുന്നത്. 1953 ഇത്ര ആൾക്കാരൊക്കെ കല്ലെറിയാൻ വന്നിരുന്നുള്ളൂ. ഇന്ന് അവിടെ 25 ലക്ഷവും 30 ലക്ഷമാണ് ആൾക്കാർ വരുന്നത്. എന്താണ് ഹജ്ജിന്റെ ചടങ്ങുകൾ എന്താണ്? ജാഹിലിയ കാലത്ത് ജാഹിലിയ മുശ്രിക്കുകൾ ഈ 300 വിഗ്രഹങ്ങൾ വെച്ച് ആ കഅബത്തിൽ എന്തൊക്കെ കാട്ടിക്കൂട്ടിയിരിക്കുന്നു അതൊക്കെ തന്നെയാണ് ഹജ്ജിലെ ചടങ്ങുകൾ എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിൽ നടക്കുന്ന തിരുപ്പതിയിലും കൊടുങ്ങല്ലൂരും ശബരിമലയിലും ഒക്കെ നടക്കുന്ന എല്ലാ ചടങ്ങുകളും അവിടെ ഉണ്ട്. അണ്ടർവെയർ ഇടാൻ പാടില്ല, തുന്നിയ വസ്ത്രം ധരിക്കാൻ പാടില്ല, ഇങ്ങനെ തുണി പുതയ്ക്കുന്നതിനാണ് ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത്. പിന്നെ മുടി മൊട്ടയടിക്കണം, തിരുപ്പതിയിലുമാതിരി തന്നെ മുടി മൊട്ടയടിക്കണം. പിന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏർപ്പാട് ഇതാണ്, കഴുത്തറച്ചു കൊടുക്കണം. മൃഗങ്ങളെ, ലക്ഷക്കണക്കിന് മൃഗങ്ങളെയാണ് അവിടെ കഴുത്തറക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ചെയ്ത്താനെ കല്ലെറിയണം. പണ്ടത്തെ ചെയ്ത്താനാണ് ഞാൻ നേരത്തെ കാണിച്ചത്. ഇപ്പത്തെ ചെയ്ത്താനാണ് ഇത്. ഇപ്പത്തെ ചെയ്ത്താൻ ഇതുമല്ല, ഇതും പിന്നെയും പരിഷ്കരിച്ചിട്ടുണ്ട്. ഇപ്പത്തെ ചെയ്ത്താൻ ഈ താഴ്ത്ത് കണ്ടതാണ്. കാരണം കൊള്ളാം ചെയ്ത്താൻ അങ്ങനെ വലുതാക്കി കൊണ്ടുവരാണ്. കാരണം ഏറിയുന്ന ആൾക്കാരെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ചെയ്ത്താൻ വലുതാവുകയാണ്. അങ്ങനെ വലുതായ ചെയ്ത്താനാണ് കാണുന്നത്. ഏതായാലും സൗദി അറേബ്യക്ക് ഇന്ന് പെട്രോളിയത്തിനേക്കാൾ കൂടുതൽ മറ്റു രാജ്യക്കാരെ പിഴിഞ്ഞ് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ട് ഈ ഹജ്ജ് എന്ന് പറയുന്ന വിഗ്രഹാരാധന മാറിയിട്ടുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു മൂൺ ഗോഡസിന്റെ സിംബലായിരുന്ന ഹജറുൽ അസ്വദ് എന്ന് പറയുന്ന യോനിക്കല്ലാണ് ഈ കാണുന്നത്. ഇത് അവിടെ നിലനിർത്തുകയും ബാക്കി 300 ചില്ലാന വിഗ്രഹങ്ങൾ ഒഴിവാക്കുകയും ചെയ്തത് എന്തിനായിരുന്നു എന്ന കാര്യം അള്ളാഹ്ക്കും റസൂലിനും മാത്രമേ അറിയുള്ളൂ. ഏതായാലും ഇന്നലെ കഅബ കഴുകേണ്ട വാർത്ത പത്രത്തിൽ വന്നിരുന്നു. അതിന്റെ കൂടെ തന്നെ വേറൊരു വാർത്തയും വന്നിരുന്നു. കഅബത്തുമ്മ ചവിട്ടി നിൽക്കുന്ന ഒരു പോലീസുകാരന്റെ ചിത്രം ഞങ്ങളൊക്കെ ഇപ്പൊ ഫേസ്ബുക്കിൽ 2 ദിവസമായിട്ട് കാണാൻ തുടങ്ങിയിരുന്നു. ആ പോലീസുകാരന്റെ ആഫീസ് കൂട്ടി എന്നുള്ള വാർത്തയാണ് ഇന്നലെ ഇതിന്റെ കൂടെ വന്നത്. അയാൾക്കെതിരെ സൗദി അറേബ്യ നടപടിയെടുക്കുന്ന മിക്കവാറും തലവെട്ടലാവും ഉണ്ടാവുക. ആ ചിത്രം ഇതാണ്, മുകളിൽ കാണുന്ന ചിത്രമാണ്. പോലീസുകാർ അങ്ങനെ വളരെ കൂളായിട്ട് ഹജറുൽ അസ്വദ് നിൽക്കുന്ന മൂലയാണത്. ഹജറുൽ അസ്വദ് നമുക്ക് ആൾക്കാർ വല്ലാണ്ട് മുത്താൻ വേണ്ടി പറഞ്ഞു. മുത്തം മാത്രമല്ല, ആൾക്കാർ സ്പൂണും കത്തിയൊക്കെ ആയിട്ട് വന്നിട്ട് അയിമച്ച വരണ്ടിയിട്ട് മണ്ണ് കൊണ്ടുപോകും. അങ്ങനെ ചുരണ്ടി കഅബ കേടുവരുത്തുന്നത് തടയാനാണ് പോലീസ് അവിടെ നിൽക്കുന്നത്. കാരണം ഈ മണ്ണ് കൊണ്ടുപോവാണ്, മാന്തി ചുരണ്ടിട്ട്. അവിടുത്തെ മണ്ണൊക്കെ വീട്ടിൽ കൊണ്ടുപോകാൻ വലിയ പുണ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അതുപോലെ ആ തുണി മുറിച്ചു കൊണ്ടുപോകും, ഇത് മാന്തിക്കൊണ്ടുപോകും, അയിമ മുത്തും അയിമ തൊടും. ഇതിനു വേണ്ടി തിരക്ക് കൂടി കച്ചറ ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ അവിടെ നിർത്തിയ പോലീസുകാരൻ നിന്ന് കാല് കഴിഞ്ഞപ്പോ ഒന്ന് കാല് ഹജറുൽ അസ്വദുമക്ക് കയറ്റി വെച്ചാണ്.
അത് വലിയ പ്രശ്നമായി, ഫേസ്ബുക്കിൽ വലിയ ഹിറ്റായി. ഇപ്പൊ ഇന്നലെ നടപടി വന്നു എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. ഇതാണ് മൗദൂദി പറഞ്ഞ 6ാമത്തെ ഇസ്ലാം കാര്യം. ബാക്കിയുള്ളവരൊക്കെ 5 പറഞ്ഞത്. മൗദൂദി പറഞ്ഞത് ജിഹാദും കൂടെ അതിൽ പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്.